സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി, സുന്ദര ഒന്ന് പറയൂ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ശങ്കരമാവൻ. പുള്ളിക്കാരൻ ഒരു ചില്ലു മനുഷ്യനാണ്. ഇന്ന് 27 വയസ്സുള്ള ഞാനും 70 വയസ്സുള്ള അമ്മാവനും ലൈഫ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. മനസ്സിലായില്ലല്ലേ? അതായത് അടുത്ത 24 മണിക്കൂർ ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ അമ്മാവനും ചെയ്യും. ഹലോ ഗൈസ്, ഞാനാണ് പവർ സ്റ്റാർ. അമ്മാവൻ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും. ബൈ ദ വേ, അതാണ് അമ്മാവന്റെ ഭാര്യ. ഐ മീൻ ഇപ്പൊ എന്റെ ഭാര്യ. ഞാനാ ശങ്കരൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ജീവിതം ഒന്ന് മാറ്റാം. വാ, ജീവിതം മാറ്റാം. ഓക്കെ അല്ലേ? ആദ്യം തന്നെ ഞങ്ങൾ ലൈഫ് സ്വാപ്പ് ചെയ്യാനുള്ള എഗ്രിമെന്റും ഡ്രസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. കുളിക്കുകയില്ല, ലഭിക്കുകയില്ല, അലക്കുകയില്ല. എന്തിനാളാ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്? എങ്ങനെയുണ്ട് പുതിയ പവർ സ്റ്റെല്ലാർ? എങ്ങനെയുണ്ട്? അങ്ങനെ എന്റെ വൈറ്റ് പാൻസ് അമ്മാവന് കൊടുത്തപ്പം എനിക്ക് തിരിച്ചൊരു കാവ്യമുണ്ട് കിട്ടി. നീ ഇപ്പൊ ചെറിയ ഭാഗം കേട്ടോ, നീ ഒത്തിരി ഭാഗം വേറെ ഉണ്ട്. അത് കഴിഞ്ഞ് അമ്മാവന്റെ ഡെയിലി റൂട്ടീനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിലൊരെണ്ണമാണ് വെറുതെ ഇരിക്കുന്ന ഭാര്യയെ പോയി ചൊറിയാന്നുള്ളത്. ചിരിക്കി. കുറുമ്പി ഇങ്ങോട്ട് നോക്ക്. ഇന്ദിര ഭയങ്കര ദേശക്കാരിയാ. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം? 4 ആകുമ്പോഴത്തേക്കും. രാവിലെ എഴുന്നേറ്റിലേക്ക് അമ്മായി ഗ്ലാസിനകത്ത് വെള്ളം കോരി അങ്ങ് ഒഴിക്കും. ആണോ? പക്ഷെ രാവിലെ 10 മണിയായിട്ടും ഞാൻ എണീറ്റില്ല. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞുള്ള പുള്ളിക്കാരന്റെ റുട്ടീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ പല്ല് കേൾക്കണം. രാവിലെ പല്ല് കേൾക്കുന്നത് മാവിന്റെ ഇല വെച്ചാ. ഞാൻ പല്ല് തേക്കുന്ന സമയത്ത് ഒരാൾ അവിടെ വ്ലോഗ് ചെയ്യാൻ തുടങ്ങി. ഓ എന്റെ പൊന്നെ, ഇതും കൊണ്ടൊന്ന് നടക്കാനാ പാട്. ഇവിടെ മഴ മാറി, വെയില് തെളിഞ്ഞു, അടുത്ത കൂണ് കൊള്ളുന്നു. പണ്ടുണ്ടായിരുന്നു വെറ്റ പാവല പയറ പടവലം. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പണി ചെയ്യും, കുറെ ഇൻസ്റ്റോഗ്രാമും കുറെ കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് നടക്കുക ഓരോരുത്തരും. എന്നിട്ട് കുറച്ചു മുമ്പ് ഇരുന്ന് കാണുന്നതാണല്ലോ ഫോണില്. പല്ല് തേച്ച് കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാൻ പോയി. കിണറ്റിന്ന് വെള്ളം കോരി വേണം കുളിക്കാൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലും പോയി വരുമ്പം എനിക്കൊരു ചായ വേണം. എന്തിനാ എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ? എന്തൊരു സ്നേഹം. പക്ഷെ വീട്ടില് പാലില്ല. ബഹുമാനം ഇതുവരെ വന്നില്ല. ഞാൻ പോയി പാല് മേടിച്ചോണ്ട് വരാം. രാവിലെ കുളിച്ച സ്ഥലം. ടാറ്റാ. ഒരു പാലെടുക്കുക. ബൈ ദ വേ, ഇതാണ് എന്റെ അച്ഛൻ. ഇപ്പൊ 70 വയസ്സുള്ള ഞാൻ എന്റെ അച്ഛനെ എന്ത് വിളിക്കും? എടാ അച്ഛ. അടുപ്പവും ഇല്ല, മധുരവും ഇല്ല, കുളത്തും ഇല്ല. നിന്റെ ഇൻസ്റ്റോഗ്രാം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഒരു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ശരിക്കുള്ള ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുവാണ്. ഈ മെസ്സേജ് ഇങ്ങനെ കയറിയിരിക്കുന്ന എന്നെ എഴുതിയേക്കുന്നേന്ന്. എടാ, ഇതിനകത്ത് മുഴുത്ത എഴുതിയിട്ടുണ്ട് ഐ ലവ് യു. ഏതാടാ ഈ ഒരു ദേവി? ദേവിയോ? റിപ്ലൈ കൊടുക്കണോ? റിപ്ലൈ കൊടുത്തോ. ഒരു കാര്യം ചെയ്യും, ഐ ലവ് യു ടു നയിക്കി. ഐ ലവ് യു ടു. ഒരു ഫണ്ടിന് വേണ്ടി ദേവി അല്ലേന്ന് വിചാരിച്ച് റിപ്ലൈയും കൊടുത്തു. പക്ഷെ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാണ് എനിക്കൊരു മണ്ടത്തരം മനസ്സിലായത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മെസ്സേജുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അത് ദേവി അല്ലായിരുന്നു, ഒരു ദേവനായിരുന്നു. ആ ദേവൻ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പറമ്പിൽ പോയിട്ട് ചക്ക എടുത്തോണ്ട് വരാൻ ഭാര്യ പറഞ്ഞു.
അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയ വഴിക്ക് ഞാനൊരു വാഴയെ മറിച്ചിട്ടു. അതിന്റെ അഡീഷണൽ തെറി ഞാൻ അപ്പം തന്നെ കേട്ടായിരുന്നു. എന്തിനാ ഞാൻ ഒന്ന് മുറുക്കിയിട്ട് വരാവേ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ മുറുക്കാൻ വേണം. നമുക്കിനി പോയി ചക്ക പറിക്കാം. ഇപ്പൊ ഈ ഒരു ലൈഫ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫോണും ഇല്ല, ടെൻഷനും ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല എന്ന് വിചാരിക്കണ്ട. കാരണം ശരിക്കുള്ള അമ്മാവൻ എന്നെ പോലെ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. സോഷ്യൽ മീഡിയ അഡിക്റ്റ്. എപ്പോ നോക്കിയാലും ഫോണാ തോണ്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേരെക്കാളും കഷ്ടം അല്ലേ? ചക്ക എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പം അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എന്റെ ഭാര്യ അത് റിജക്ട് ചെയ്തു. ഈ കവുങ്ങില്ലേ, ഈ കവുങ്ങ് ഞാൻ നട്ടപ്പോ ചെറുതായിരുന്നു, ഇപ്പൊ വലുതായി. വൈകുന്നേരം ഞാൻ ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങി. ഞാൻ ചെയ്യുന്നതൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടെ വന്നിട്ടുണ്ട്. സൂപ്പർ. ആ, എന്റെ ബാധ ഉറങ്ങിയില്ലെന്നാ തോന്നുന്നേ. പണിയൊക്കെ കഴിഞ്ഞാല് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, കുരുമുളകിന്റെയും പിണ്ണാക്കിന്റെയും ഒക്കെ നാളത്തെ വില ആലോചിച്ച്. എങ്കിൽ പിന്നെ കമ്പോളത്തിന്റെ വിലയൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ച് റേഡിയോ ഓണാക്കിയതാണ്. ഞാൻ അത് നശിപ്പിച്ചു. പക്ഷെ പോകുന്നതിന് മുന്നേ ഈ വീട്ടിൽ എപ്പോഴും എന്റെ ഒരു പ്രസൻസ് വേണമെന്ന് എനിക്ക് തോന്നി. ഇനി ഈ വീട്ടില് കമ്പോളത്തിന്റെ വില ഞാൻ പറയും. ഇത്രയൊക്കെ ഉള്ളൂ അമ്മാവന്റെ ഡെയിലി റൂട്ടീൻ. അങ്ങനെ ചലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെന്റെ പഴയ ടീഷർട്ടിലേക്ക് കയറി. ഈ ഒരു ചലഞ്ച് ചെയ്തപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. കാപ്പി പോരാ. നമ്മൾ പ്രായമായിട്ടുള്ളവരെയൊക്കെ അമ്മാവാന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇല്ലെങ്കിലും അവരുടെ ലൈഫും നൈസാണ്. അടുത്തത് ഞാൻ ആരുമായിട്ട് ലൈഫ് സ്വാപ്പ് ചെയ്യണമെന്ന് പ്ലീസ് കം. നടക്കി നേരെ ഇരുന്ന് നഖം വെട്ടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നഖം വെട്ടുവരാ, ശനിയാഴ്ച നഖം വെട്ടു. സന്ധ്യക്ക് വെട്ടിക്കരാ. സദ്യക്ക് സദ്യക്ക് നഖം വെട്ടരുത്. സന്ധ്യക്ക് നഖം സന്ധ്യക്ക്. ആ, ഞാൻ സദ്യക്ക് വെട്ടണം. എന്തുകൊണ്ടാ? മുണ്ട് സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഏൽപ്പിച്ചു. ഇതെല്ലാം എടുത്തോണ്ട് പോവാമോ? ആ, ഞാൻ പോവാ. ബാക്ക് ടു യൂട്യൂബ്.